ഇതിൽ അന്വേഷണവുമായി ബന്ധപ്പെട്ട കുടുംബത്തിന് പരാതിയാണ്. പോലീസ് അന്വേഷണം ശരിയായ ദിശയിലായിരുന്നില്ല. സുകാന്തിനെ ബന്ധപ്പെട്ട സംശയങ്ങൾ പറഞ്ഞിട്ടും സുകാന്തിനെ കസ്റ്റഡിയിലെടുത്തില്ല എന്നുള്ള കാര്യങ്ങളുണ്ട്. റിനു ശ്രീധർ വിവരങ്ങൾ നൽകും. റിനു, മേഘയുടെ ആത്മഹത്യ ആ ഘട്ടത്തിൽ തന്നെ ആ കുടുംബം അതിൽ ദുരൂഹത സംശയിച്ചിരുന്നതാണ്. കാരണം രാവിലെ വരെ വളരെ സ്വാഭാവികമായി കുടുംബത്തെ വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്ത കുട്ടിയാണ് ആത്മഹത്യ ചെയ്തത് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ സുകാന്ത് എന്ന സുഹൃത്തുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങൾ അത് അപ്പോൾ തന്നെ പോലീസിനോട് പറഞ്ഞിരുന്നു, പക്ഷേ പോലീസ് അനങ്ങിയില്ല എന്നാണോ ഇപ്പോൾ ഈ കുടുംബം പറയുന്നത്? സ്മൃതി, മേഘയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ പേട്ട പോലീസും അതുപോലെ തന്നെ IBയും സംയുക്തമായി തന്നെയാണ് ഇതിലൊരു അന്വേഷണം നടത്തുന്നത്. പേട്ട പോലീസിൻ്റെ അന്വേഷണം ആദ്യഘട്ടത്തിൽ ഒരു മന്ദഗതിയിലായിരുന്നു. കാരണം ഇതിലൊരു ഇടപെടൽ നടത്തുന്നതിൽ ചില പോരായ്മകൾ ഉണ്ടായിരുന്നു എങ്കിൽ പോലും പിന്നീട് ശക്തമായിട്ടുള്ളൊരു ഇടപെടൽ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി. കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് ഈ സുകാന്തിനെ അന്വേഷിച്ച പേട്ട പോലീസ് എത്തിയിരുന്നെങ്കിലും ഈ സുകാന്തിനെ കണ്ടെത്തുവാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. സുകാന്തിൻ്റെ ഫോൺ ഉൾപ്പെടെ ഓഫാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഏറ്റവും അവസാനം ഫോൺ എവിടെയാണ് ഓഫായത് എന്ന അടക്കമുള്ള ട്രേസ് ചെയ്തുകൊണ്ടുള്ള ഒരു അന്വേഷണത്തിലേക്കാണ് പോലീസ് പോയിട്ടുള്ളത്. നിലവിൽ ഏറ്റവും പ്രധാനം ഈ പിതാവ് ആരോപിക്കുന്നത് പോലെ തന്നെ മേഘയുടെ പണം മുഴുവനായി അപഹരിച്ചു. ഭക്ഷണം കഴിക്കാൻ പോലും ഈ മേഘയുടെ പക്കൽ കാശില്ലാത്തൊരു സാഹചര്യം. സുഹൃത്തുക്കളാണ് ഭക്ഷണം ഉൾപ്പെടെ വാങ്ങി നൽകിയതെന്ന് അടക്കമാണ് ഈ പിതാവ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ബന്ധുക്കൾ ശേഖരിച്ചിരുന്നു. ഇതിൽ നിന്നാണ് ഇവർക്ക് ഇക്കാര്യങ്ങൾ മനസ്സിലായത്. പക്ഷേ പോലീസ് നിലവിൽ ഇതുവരെയും ഈ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുവാനോ ഇവർ പരാതിപ്പെട്ടതനുസരിച്ച് നീങ്ങുവാനോ തയ്യാറായില്ല എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് പോലീസ് ഈ ബാങ്കുകൾക്ക് കത്ത് കൈമാറിയിട്ടുണ്ട്. ഇവരുടെ രണ്ടുപേരുടെയും അക്കൗണ്ട് ഡീറ്റെയിലുകൾ അല്ലെങ്കിൽ അക്കൗണ്ടിലെ ട്രാൻസാക്ഷൻ സംബന്ധിച്ച വിവരങ്ങൾ നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പേട്ട പോലീസ് കത്ത് നൽകിയിട്ടുണ്ട് എന്നുള്ളൊരു വിവരം കൂടി ലഭിക്കുകയാണ്. ഈ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബാങ്ക് ഡീറ്റെയിൽസ് കിട്ടിക്കഴിഞ്ഞാൽ കൂടുതൽ ഒരു അന്വേഷണത്തിൽ അത് സഹായകരമാകും എന്നുള്ളതാണ്. നിലവിൽ ആരോപണങ്ങൾ മാത്രമാണ് ഈ ബന്ധുക്കളുടെ ഭാഗത്തു നിന്നുള്ളത്. പോലീസ് കൃത്യമായി അന്വേഷിച്ച് തെളിവുകൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഇതിൽ ആരോപണ വിധേയനായിട്ടുള്ള ആൺസുഹൃത്ത് സുകാന്ത് ഒളിവിലാണ്. അപ്പോൾ തന്നെ ഇതിൽ ദുരൂഹതയുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ സുകാന്തിനെ കസ്റ്റഡിയിലെടുത്ത് കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തിയെങ്കിൽ മാത്രമേ ഇതിൽ കൂടുതൽ വ്യക്തത വരൂ എന്നുള്ളതാണ് അന്വേഷണ സംഘം പറയുന്നത്. എന്തായാലും വിവരങ്ങൾ അറിയാം എന്നുള്ള കാര്യം കൂടി അറിയേണ്ടതുണ്ട്. ഈ സുകാന്ത് എവിടത്തുകാരനാണ്? അയാൾ എവിടെയാണ് ജോലി ചെയ്തിരുന്നത്? അയാളുടെ അക്കൗണ്ടിലേക്ക് മുഴുവൻ പണവും ശമ്പളം വന്നത് മുഴുവൻ ശമ്പളവും അങ്ങോട്ടേക്ക് കൈമാറുന്ന രീതിയായിരുന്നു എന്നാണ് അപ്പോൾ ഈ മരണശേഷം ആ കുടുംബം കണ്ടെത്തിയിരിക്കുന്നത്. എന്തെങ്കിലും തരത്തിലുള്ള ഭീഷണിപ്പെടുത്തലുണ്ടോ എന്നടക്കം ആ കുടുംബം സംശയിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ഫോൺ കസ്റ്റഡിയിലെടുത്താലേ ആ കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കുകയുള്ളൂ. എവിടത്തുകാരനാണ്, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് പോലീസ് പറയുന്നത്? അന്വേഷിക്കുകയാണോ സുകാന്ത് എവിടെയെന്ന്? തീർച്ചയായും സുകാന്തിൻ്റെ പുറകെ തന്നെയാണ് ആ പേട്ട പോലീസ് എന്നുള്ളതാണ്. ആദ്യഘട്ടത്തിൽ ഈ മേഘയുടെ ഈ ഫോണെല്ലാം തന്നെ തകർന്നൊരു സാഹചര്യമാണ് എങ്കിൽ പോലും സൈബർ പോലീസിൻ്റെ സഹായത്തോടുകൂടി അതിൽ അന്വേഷണം നടത്തിയിരുന്നു. നിരവധി തവണ ഈ ആത്മഹത്യ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് നിരവധി തവണ സുകാന്തുമായി ബന്ധപ്പെട്ടിരുന്നു. പക്ഷേ അതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് വളരെ കുറച്ച് സമയം, സെക്കൻഡുകൾ മാത്രമാണ് സുകാന്തുമായി സംസാരിച്ചിരുന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്നവർ. ഈ പണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആരോപണങ്ങൾ ബന്ധുക്കൾ മുന്നോട്ട് വെക്കുന്നതാണ്. അതിൽ ഒരു വ്യക്തത പോലീസിന് വരേണ്ടതായിട്ടുണ്ട്. അത് ലഭിക്കണമെങ്കിൽ ഈ ബാങ്ക് ഡീറ്റെയിൽ ലഭിക്കേണ്ടതായിട്ടുണ്ട്. ബാങ്ക് ഡീറ്റെയിൽ ചൊവ്വാഴ്ചയോടുകൂടിയേ ലഭിക്കൂ എന്നുള്ളതാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. അതിനുശേഷം മാത്രമായിരിക്കും ഈ പണം ഇത്തരത്തിൽ ട്രാൻസാക്ഷൻ നടന്നോ, ഈ പണം ഇടപാടുണ്ടായിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോലീസിന് എത്താൻ കഴിയൂ. നിലവിൽ ഇവർ തമ്മിൽ ഒരു ആത്മബന്ധം ഉണ്ടായിരുന്നു, പ്രണയത്തിലായിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ആത്മഹത്യയാണ് മേഘ നടത്തിയത്, മറ്റ് രീതിയിൽ ദുരൂഹതയില്ല. പക്ഷേ ആത്മഹത്യ പ്രേരണ അടക്കമുള്ള കുറ്റം സുകാന്തിനെതിരെ ചുമത്തണമെങ്കിൽ കൃത്യമായിട്ടുള്ള തെളിവുകൾ വേണമെന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ആ തെളിവുകൾ ശേഖരിക്കുന്നതിൻ്റെ ഒരു ഇടപെടലാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം സുകാന്തിനെ കസ്റ്റഡിയിൽ വേണം. മലപ്പുറത്തേക്ക് കഴിഞ്ഞ ദിവസം പോയിരുന്നു, പക്ഷേ സുകാന്തിനെ കണ്ടെത്താൻ ആയിട്ടില്ല എന്നുള്ളതാണ്. IB ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ അവരുടെ വകുപ്പ് ഉൾപ്പെടെ സുകാന്തിനെ ട്രേസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, കസ്റ്റഡിയിലെടുക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്നുള്ളൊരു വിവരവും ലഭിക്കുന്നുണ്ട്. അന്തിമമായിട്ട് ഈ ബന്ധുക്കൾ പറയുന്ന ആരോപണം അല്ലെങ്കിൽ പിതാവ് പറയുന്ന ആരോപണം ശരിവെക്കണമെങ്കിൽ ഒന്നുകിൽ സുകാന്തിനെ കസ്റ്റഡിയിലേക്ക് ലഭിക്കണം, ഇല്ലെങ്കിൽ ഈ ബാങ്ക് ഡീറ്റെയിലുകൾ ലഭിക്കണം എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഫോൺ സംബന്ധിച്ച മേഘയുടെ ഫോൺ മാത്രമാണ് കസ്റ്റഡിയിലെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ ഫോൺ സംബന്ധിച്ച പരിശോധനയിൽ ഇവർ തമ്മിൽ ഒരു ആത്മബന്ധം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇവർ തമ്മിൽ നിരന്തരം ബന്ധപ്പെട്ടിരുന്നു എന്നുള്ള ഒരു കണ്ടെത്തൽ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ശരി, റിനു ശ്രീധറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. സുരേഷ് ഗോപി ഇപ്പോൾ മേഘയുടെ വീട്ടിലെത്തിയതിൻ്റെ ദൃശ്യങ്ങളാണ് കണ്ടത്. മേഘയുടെ കുടുംബത്തെ കണ്ട് ആശ്വസിപ്പിക്കുകയായിരുന്നു.